ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമുക്ക് ആരെങ്കിലും നമ്മളെ വഴക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു വേദനയുണ്ടല്ലോ ഉള്ളിൽ. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യത്രേ ഉള്ളൂ, നമ്മളെ ആരെങ്കിലും വഴക്ക് പറയുകയോ ശാസിക്കുകയോ തിരുത്തുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ട്. കാരണം നാം വഴിതെറ്റിപ്പോകും. അങ്ങനെ വഴിതെറ്റിപ്പോയാൽ അവൻ്റെ ജീവിതം തകരും. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും ഒരാൾ നമ്മൾ ശാസിച്ചാൽ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കി ആ കുറവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് വീണ്ടും ആത്മാവിനാൽ നിറയണം. വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ാമത്തെ ലിഖിതം, റെവലേഷൻ ചാപ്റ്റർ 3:19, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. കണ്ടോ, കർത്താവ് സ്നേഹിക്കുന്നവർക്ക് ശാസനമുണ്ടാകും, ശിക്ഷകളുണ്ടാകും, വേദനകളുണ്ടാകും, മുറിപ്പെടുത്തലുണ്ടാകും. പക്ഷേ കർത്താവ് നമ്മളെ ആ ശാസനയ്ക്ക് ശേഷം എല്ലാം നന്മകൾ കൊണ്ട് നിറയ്ക്കും. ഇതാ കർത്താവ് നിങ്ങളുടെ ഹൃദയമാകുന്ന വാതിലിൽ മുട്ടി വിളിക്കുകയാണ്. തുറന്നു കൊടുക്കാം, പരാതികളൊക്കെ മാറ്റിവെക്കാം. ഹൃദയം തുറന്ന് കർത്താവേ എന്ന് വിളിക്കാൻ ഈ പ്രഭാതത്തിൽ പറ്റട്ടെ. പിശാചിൻ്റെ വാക്കുകൾക്ക് നിങ്ങൾ വഴിപ്പെടരുത്. തിന്മ നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് അവൻ്റെ പിന്നാലെ പോവുക. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.